ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറ്റക്കാർ ഇപ്പുറത്തേക്ക് വരാതിരിക്കാൻ ഇപ്പോൾ ആ ജില്ലയിലെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ മുഴുവൻ ഗ്രാമവാസികളും ഇറങ്ങി ഞങ്ങൾ കെട്ടിക്കോളാം ഈ വേലി എന്ന് പറഞ്ഞ് അത് കെട്ടുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, വലിയ വലിയ ആയുധങ്ങളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ബംഗ്ലാദേശി പട്ടാളക്കാർക്ക് അടുക്കാൻ വയ്യാത്ത രീതിയിലാണ് ഇവർ അവിടെ നിൽക്കുന്നത്. പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്ദേ മാതരമെന്നും ജയ് ശ്രീറാമെന്നും ഭാരത് മാതാ കി ജയ് എന്നുമുള്ള വാക്യങ്ങളും മുഴക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറ്റം നടക്കുന്നതിനെ തുടർന്ന് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി ശക്തമാക്കാൻ 33,000 കോടി രൂപയാണ് അമിത്ഷാ പല ഭാഗത്തും ചെലവാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ ചെലവാക്കിയിരിക്കുന്നത്. അത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയേണ്ടതും അനിവാര്യമാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയാനായി അവിടെ വേലി കെട്ടുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. കാരണം ഈ വെസ്റ്റ്